RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അതുമായിട്ടുള്ള ഇടപാട്, അതിൻ്റെ പേരിൽ നടത്തിയ ഇടപാട്, അതായത് പഴയ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും, പഴയ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ചേർന്ന് നടത്തിയിട്ടുള്ള ആ ഇടപാടുകളെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു വലിയ കള്ളത്തരമാണ് അതിനകത്ത് നടന്നേക്കുന്നത്. അത് RBC ചെയ്തോ അതോ വി അബ്ദുറഹ്മാൻ ചെയ്തോ മുഖ്യമന്ത്രി ചെയ്തോ എന്നൊന്നും ഉള്ളത് ഇനി അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഈ പഴയ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ റഡാറിൽ തന്നെയാണ്. അതിന് കാരണം ഇങ്ങനൊരു സംഭവം, അതായത് ഒരുപാട് പേരെ മോഹിപ്പിച്ച് ഇവിടുത്തെ യുവത്വത്തിനെയെല്ലാം, അതായത് മെസ്സി വരാൻ പോകുന്നു എന്ന് ഇങ്ങനെ മോഹിപ്പിച്ചു. പക്ഷേ മെസ്സിയും വന്നില്ല, ഒരു തീയും വന്നില്ല എന്നുള്ളതായി, ആ രീതിയായി. അതിൻ്റെ കാരണം അതിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AFA, അതായത് അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ, അവരുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള ഒരു എഗ്രിമെൻറ്റും ഇവർക്ക് പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല, കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനൊന്നുമില്ലാതെ ആണ് ഈ ഇടപാടിന് മുമ്പോട്ട് പോയത്. അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ, അവരുടെ ഫുട്ബോൾ അസോസിയേഷൻ പുറപ്പെടുവിക്കുന്ന അവരുടെ ഒരു സോവനീറുണ്ട്. അതായത് എങ്ങനെയൊക്കെ ആയിരിക്കും അവർ സാധാരണ ചെയ്യുന്നത് എന്നൊക്കെയുള്ള അവരുടെ ഒരു പരസ്യം പോലുള്ള ഒരു സോവനീറാണ്. ഇതെടുത്ത് കൈവച്ചുകൊണ്ടാണ്, അത് എഗ്രിമെൻ്റാണ്, അവർ വരാൻ സമ്മതിച്ചിട്ടുണ്ട്, മെസ്സി വരും എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ഇത് ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അന്ന് നമ്മുടെ മുഖ്യമന്ത്രി, അതായത് പഴയ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചത്. എന്തിന്? ഈ സ്പോൺസർക്ക്, അതായത് ഇങ്ങനൊരു സ്പോൺസർ വന്നു കൂടി. ആ സ്പോൺസറുടെ കാര്യം നല്ല കാര്യമാണ്. ആദ്യം കളമശ്ശേരിയിലെ ഒരു കമ്പനി ആണ്. അതും വളരെ രസകരമായ കാര്യമാണ്. വെറും അത് ഏതാണ്ട് ഈ പറയുന്ന ഈ ഇടപാടിന് മുമ്പ്, സ്പോൺസറാകാൻ വരുന്നതിന് തൊട്ട് മുമ്പ്, ഒരു 20 ദിവസം മുമ്പ് രൂപീകരിച്ച ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ആകെയുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അവരാണ് 220 കോടി രൂപയുടെ ഈ ഇടപാട്, ഈ പ്രോഗ്രാം, അതായത് മെസ്സിയും അർജൻറ്റീനയൊക്കെ കൊണ്ടുവന്ന് നടത്തുന്ന പ്രോഗ്രാം, അർജൻറ്റീനൻ ടീമും വന്ന് നടത്തുന്ന ഈ പ്രോഗ്രാം നടത്താനായിട്ട് മുമ്പോട്ട് വന്നത്. അപ്പോൾ അത് വലിയ പ്രശ്നമാവും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, നേരെ ഇത് പുതിയ സ്പോൺസർ ഇനി രംഗത്ത് വന്നു. RBC, അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, അന്നൊന്നും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, ഈ കളമശ്ശേരി ആസ്ഥാനമാക്കിയിട്ടുള്ള അതേ ചെറിയ കമ്പനി ഉണ്ടല്ലോ, ചെറിയ തട്ടിക്കൂട്ട് കടലാസ് കമ്പനി, ഈ കമ്പനിയുടെ അതേ അഡ്രസ്സാണ് അത്. ഈ RBCയുടെ അഡ്രസ്സിലാണ് ആ കമ്പനി. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് വന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ്. അന്നൊക്കെ ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനൊക്കെ പലരും ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അവസാനം എന്താണെന്നറിയോ, മെസ്സിയുടെ ഷെഡ്യൂള്, ഒരു വർഷത്തെ ഷെഡ്യൂള് തന്നെ അവർ നേരത്തെ പുറപ്പെടുവിക്കും. മെസ്സി എന്ന് പറഞ്ഞത് ആ അർജൻറ്റീന, യഥാർത്ഥത്തിൽ ആ നേഷൻ, ആ രാജ്യത്തിൻ്റെ സ്വത്താണ് മെസ്സി. അത് തന്നെയാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നതും അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ AFAയുടെ വരുമാനമാണ്. ആ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയുടെ ഏറ്റവും വലിയ വരുമാനം അർജൻറ്റീന. അതുകൊണ്ട് അർജൻറ്റീന ഈ മെസ്സി വിട്ടുള്ള ഇടപാടൊന്നും അർജൻറ്റീനയ്ക്കില്ല. അവരുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് മെസ്സി എന്ന് പറയുന്നത്. ആ രാജ്യം യഥാർത്ഥത്തിൽ മെസ്സി എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു കാലത്ത് അത് മറഡോണ ആയിരുന്നെങ്കിൽ, അത് മറഡോണയുടെ കാലം കഴിഞ്ഞതിന് ശേഷം അത് മെസ്സിയിലേക്ക് തന്നെ മാറി. അപ്പോൾ ഈ മെസ്സിയുമായിട്ട് ഇതുപോലെ ഒരു കോൺട്രാക്റ്റും ഇല്ല, ഒരു കരാറും ഇല്ല. അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഒരു കരാറും ഉള്ളതായിട്ട് ഈ സ്പോൺസർ കാണിച്ചിട്ടില്ല, കാണിച്ചിട്ടില്ല. അവസാനം ഇനി സ്പോൺസർക്ക് വല്ല കരാറും ഉണ്ടെങ്കിൽ പോലും ഒരു വിദേശത്തുള്ള ഒരു ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് അതായത് നാഷണൽ ഫുട്ബോൾ അസോസിയേഷനാണ് അവരുടെ, അർജൻറ്റീനയുടെ, ആ രാജ്യത്തിൻ്റെ, അവരുമായിട്ടൊരു കരാർ ഏർപ്പെടുന്നതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരു തടസ്സമില്ല. പക്ഷേ അത് പരമാവധി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സ്പോൺസർ വേണ്ടി വന്നത് എന്നൊക്കെയുള്ള ന്യായമാണിപ്പം
അങ്ങോട്ട് വിളമ്പുന്നത്. അപ്പോൾ ഈ സ്പോൺസർ 126 കോടി രൂപ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ AFAക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് അവരുടെ ഇൻറ്റിമേഷനിലും ഇതുപോലെ തന്നെ ഇമെയിലിലും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത്രയും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ 22.68 കോടി രൂപ അവർ GST അടയ്ക്കണം. അപ്പോൾ അങ്ങനെ GSTക്ക് നോട്ടീസ് തയ്യാറാക്കി GSTയുടെ കമ്മീഷൻ ഇവിടെ നോട്ടീസ് തയ്യാറാക്കി വെച്ചു. നോട്ടീസ് തയ്യാറാക്കി വെച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അത് എന്തെന്നറിയോ, അയാളെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു, തിരുവനന്തപുരത്തേക്ക് മാറി. പിന്നെ അടുത്ത ആളാണ് GSTയുടെ കമ്മീഷൻ വന്ന അയാളാണ് നോട്ടീസ് അയച്ചത്. ഈ നോട്ടീസ് അയച്ചിട്ട് ഇന്ന് വരെ ഹാജരായിട്ടില്ല. അവിടെ ഈ RBC അവിടെ ഹാജരായി മറുപടി കൊടുത്തിട്ടില്ല, ഇത് എന്തുകൊണ്ട് പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ 22.68 കോടി രൂപ GST അടയ്ക്കുന്നതെന്ന് അവർ ഒഴിവാക്കി. ഇതുപോലെ പല കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, കല്ലൂര സ്റ്റേഡിയം, അതങ്ങ് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു. ഇഷ്ടമുള്ള പണിഞ്ഞോളാൻ പറഞ്ഞു. ഇപ്പം അവർ അതിനകത്ത് ഏതാണ്ട് ഇല്ലറ പണി ഏതാണ്ട് 5-6 കോടി രൂപ കണ്ടത് മുടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഏതാണ്ട് കുറേ സീറ്റ് മാറ്റുമോ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും പോലും കാണത്തില്ല. സാധാരണ ഒരാൾ നടത്തിയ 1 കോടി രൂപയുടെ പണി പോലും അതിന് വരികയല്ല. പക്ഷേ അവരിപ്പോൾ പറയുന്ന കണക്കെത്രയെന്നറിയോ, 60 കോടി രൂപയുടെ പണി നടത്തിയിട്ടുണ്ടെന്ന്. GCDA പോലും പറയുന്നത്, ചന്ദ്രൻപിള്ളയൊക്കെ പറയുന്നത് 60 കോടി രൂപ എന്നുള്ള പണിയൊന്നും നടത്തിയിട്ടില്ല, തുച്ഛമായ പണികളെ അവർ നടത്തിയിട്ടുള്ളൂ. ഇതെല്ലാം പറയുന്നത് തെറ്റാണെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പം ആ രീതിയിലായിട്ടുണ്ട് ഇവരെ. എന്നിട്ട് ഇതുപോലെ ബാക്കി എല്ലാ ഇടപാടുകളിൽ നിന്നും, അതായത് ഇതിന് കൊടുക്കേണ്ട വാടക, അതുപോലുള്ള നികുതി, ഇതിൽ നിന്ന് മുഴുവൻ ഈ RBCയെ ഒഴിവാക്കി കൊടുത്തു. എന്തിന്? അതായത് മെസ്സി വന്ന് ഇവിടെ കളിക്കും എന്നുള്ളതാണ്. അവസാനം മെസ്സി വന്നില്ല, ഒരു തേങ്ങയും വരികയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം അതിന് പറഞ്ഞ വർത്തമാനമെന്ന് പറയുന്നത് അതിലും വളരെ രസകരമാണ്. ചോദിച്ചു, പത്രക്കാർ ഈ RBCയുടെ തലവനോട് ചോദിച്ചു, അതോ ഇങ്ങനെ മെസ്സി വരുത്തില്ല എന്ന് പറഞ്ഞത് വന്ന്, പക്ഷേ ഇന്ത്യ വേറെ പല സ്ഥലത്തും വരാൻ പോകുന്നല്ലോ. ഇന്ത്യയിലെ 6 നഗരങ്ങളിൽ മെസ്സി വന്നു കേട്ടോ. കേരളത്തിൽ മാത്രം വന്നില്ല. കൽക്കട്ട മുതൽ തുടങ്ങി ഡൽഹി, കൽക്കട്ട അവിടെ ഒക്കെ വന്ന്, മുംബൈ ഒക്കെ വന്നിട്ട് പോയി. മെസ്സി വന്ന് പോയി. പക്ഷേ ഇങ്ങോട്ട് വന്നില്ല. ഇത് വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആളുകളെ എല്ലാം ആശിപ്പിച്ചതും കൊതിപ്പിച്ചതും. മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ ദൈവത്തിനെ കാണാനായിട്ട് ഇവിടെ ചെറുപ്പക്കാരും ഒക്കെ ഇങ്ങനെ കച്ച കെട്ടിയിരിക്കുകയായിരുന്നു, തുള്ളിച്ചാടുകയായിരുന്നു. അപ്പോൾ ഈ മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ട് ഒരു മീറ്റിങ്ങിൽ, ഈ വിദ്യാർത്ഥികളുടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, മെസ്സി വരും, ഏത് വിധത്തിലായാലും മെസ്സി ഇവിടെ കളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ കയ്യടിയായിരുന്നു. ഉടനെ ഇങ്ങനെ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെ ചോദിച്ചു, ഇതെന്തിനാ, ഈ പഴയ മന്ത്രിയെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പറയുന്ന, ഉറപ്പൊന്നുമില്ലാതെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതേ, അങ്ങനെ പറയുന്ന അവർക്കൊരു ഊർജം കൊടുക്കാനാണ്, വിദ്യാർത്ഥികൾക്ക് ഊർജം കൊടുക്കാൻ കള്ളത്തരം പറഞ്ഞാണെന്ന്. എന്നിട്ട് ഇയാൾ നമ്മുടെ ചിലവിൽ, സംസ്ഥാനത്തിൻ്റെ ചിലവിൽ 11.5 കോടി രൂപയും ചിലവാക്കിയിട്ട് ഇയാളും 2 ഉദ്യോഗസ്ഥരും കൂടെ പോയി മാഡ്രിഡിലേക്ക്, സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പോയി. എന്തിന്? ഈ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് സംസാരിക്കാൻ. അസോസിയേഷൻ അവിടെ ഉള്ളത് അർജൻറ്റീനയുടെ പ്ലെയേഴ്സ് എല്ലാം കളിക്കുന്നത് അവിടെ റയൽ മാഡ്രിഡിലും ഒക്കെ അവർ കളിക്കുന്നുണ്ട്, അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ അവിടെ പോയി അവിടെ കറങ്ങി നടന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോരുന്നു. ഇത്രയും പൈസ ചിലവാക്കി. അല്ല, പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നതാണ്. ഇതാ സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഇത് ക്രിമിനൽ കേസ് വരും. കേസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ പേര്, കേരള സംസ്ഥാനമല്ല കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്തതിന്, മിസ്യൂസ് ചെയ്തതാണ്. ഈ മുഴുവൻ കള്ളത്തരം പറഞ്ഞിട്ട് അത് മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ പോയി. അത് റോക്കറ്റ് വേഗത്തിലാണ്. ഇത് മന്ത്രാലയം ഒന്നും അറിയാതാണ് ഈ പണി. കായിക മന്ത്രാലയം ഇത് അറിയുന്നില്ല, കായിക മന്ത്രാലയത്തിലെ അതിലെ ഉദ്യോഗസ്ഥരൊന്നും അറിയുന്നില്ല. ഇത് കായിക മന്ത്രി നേരിട്ടുള്ള ഇടപാടാണ് അന്ന് നടത്തിയത്. എന്തൊക്കെ അതിൽ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണം. അന്വേഷണം വരുമ്പോൾ ശരിയായ അന്വേഷണം വന്നാൽ അത് ഒരുപാട് പേരിലേക്ക് നീളും. നമുക്ക് കാത്തിരുന്ന് കാണാം.